നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ വീണ്ടും വധശിക്ഷ നടപ്പാക്കി. നമുക്കും വേണ്ടത് ഇതേ നിയമം തന്നെയാണ്. കേൾക്കാം. സൗദി അറേബ്യയിൽ വീടിന് തീയിട്ട 2 പേരെ കൊലപ്പെടുത്തിയ യുവാവിൻ്റെ വധശിക്ഷ നടപ്പാക്കി. സൗദി പൗരനായ നായിഫ് ബിൻ അഹമ്മദ് ബിൻ സയ്യിദ് അൽ ഖാസാബിയ എന്നയാളെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇദ്ദേഹം സൗദി പൗരനാണ്. സൗദി പൗരനെന്നോ പ്രവാസിയെന്നോ വ്യത്യാസമില്ലാതെ സൗദിയിലെ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഇന്നലെ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ഇന്ത്യക്കാരനെയായിരുന്നു. ഇന്ന് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരിക്കുന്നത് സൗദി പൗരനെ തന്നെയാണ്. നിയമത്തിൽ ഒരു കടുകിട മാറ്റത്തിന് പോലും സൗദി തയ്യാറല്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നു. കഴിഞ്ഞ ദിവസം ദമാമിലായിരുന്നു ശിക്ഷ നടപ്പാക്കിയത്. ബൽഖാസിം ബിൻ ഫറജ് അൽ സുബൈദി, ഖാലിദ് ബിൻ മാജിദ് ഗസ്വാനി എന്നിവരെയാണ് വീടിന് തീയിട്ട് പ്രതി കൊലപ്പെടുത്തിയത്. കേസിന്റെ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു. നടപടികളെല്ലാം പൂർത്തിയായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സൗദി ആഭ്യന്തര മന്ത്രാലയം വധശിക്ഷ നടപ്പാക്കിയത്. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് പിടിയിലായ യുവാവിന്റെ വധശിക്ഷയും കഴിഞ്ഞയാഴ്ച നടപ്പാക്കിയിരുന്നു. ഇബ്രാഹിം ബിൻ അബാദ് ദഹ്ലി എന്ന സൗദി പൗരന്റെ വധശിക്ഷയാണ് വ്യാഴാഴ്ച നടപ്പാക്കിയതെന്ന് രാജ്യത്തെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇയാൾ ഒരു ഭീകര സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ചുവെന്നും സൗദി അറേബ്യയ്ക്ക് അകത്തും പുറത്തുമുള്ള ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കണം എന്ന ലക്ഷ്യത്തോടെ ഇയാൾ ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റിന് നേരെ വെടിവെച്ചതായും പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. പിന്നീട് അറസ്റ്റിലായ പ്രതിയെ ക്രിമിനൽ കോടതിയിൽ വിചാരണ ചെയ്യുകയും കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു. അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും പിന്നീട് ഈ ശിക്ഷാവിധി ശരിവയ്ക്കുകയായിരുന്നു. തുടർന്ന് ശിക്ഷ നടപ്പാക്കാൻ സൗദി റോയൽ കോർട്ടിൽ നിന്നുള്ള ഉത്തരവ് കൂടി ലഭിച്ചതോടെയാണ് വ്യാഴാഴ്ച മക്ക പ്രവിശ്യയിൽ വെച്ച് ഈ വധശിക്ഷ നടപ്പാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. UAEയിൽ ഒരാളുടെ മരണത്തിന് കാരണമായ റോഡ് അപകടത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് മുങ്ങിയ ട്രക്ക് ഡ്രൈവർ മണിക്കൂറുകൾക്കകം UAEയിൽ പിടിയിലായ വാർത്തയും ഇതിനോടൊപ്പം തന്നെ പുറത്തുവരുന്നു. ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലായിരുന്നു അപകടം. ഒരു അറബ് പൗരൻ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ച സംഭവത്തിൽ ഏഷ്യക്കാരനായ പ്രവാസിയെയാണ് 4 മണിക്കൂറിനകം മറ്റൊരു എമിറേറ്റിൽ നിന്ന് പോലീസ് പിടിയിലായത്. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ശനിയാഴ്ച പുലർച്ചെ 3:55 സംഭവം. ട്രക്ക് ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന റിപ്പോർട്ടാണ് റാസൽ ഖൈമ പോലീസ് ജനറൽ കമാൻഡിന് ലഭിക്കുന്നത്. ട്രക്ക് ഡ്രൈവർ വാഹനവുമായി സ്ഥലത്തുനിന്ന് മുങ്ങിയതായും വിവരം ലഭിച്ചു. പോലീസ് പട്രോൾ സംഘങ്ങളും നാഷണൽ ആംബുലൻസും സ്ഥലത്തെത്തി. റോഡരികിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം അറബ് പൗരൻ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയായിരുന്നു. ഈ സമയം അശ്രദ്ധമായി വാഹനം ഓടിച്ചു വന്ന ട്രക്ക് ഡ്രൈവർ പാർക്ക് ചെയ്ത വാഹനത്തിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ആ വാഹനം മുന്നോട്ട് നീങ്ങി അറബ് പൗരനെ ഇടിച്ചിടുകയുമായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ മരണപ്പെട്ടു. അപ്പോൾ തന്നെ വാഹനവുമെടുത്ത് ട്രക്ക് ഡ്രൈവർ സ്ഥലം വിട്ടു എന്നാണ് അറിവ്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയതിനോടൊപ്പം റാസൽ ഖൈമ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനും രൂപം നൽകിയിട്ടുണ്ടായിരുന്നു. റോഡിലുടനീളം വിവിധ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സംഘം അപകടമുണ്ടാക്കിയ വാഹനം തിരിച്ചറിഞ്ഞു. ഷാർജയിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സമയം ട്രക്ക് എത്തിച്ചേർന്നതെന്ന് മനസ്സിലാക്കിയ റാസൽ ഖൈമ പോലീസ് ഷാർജ പോലീസ് ജനറൽ കമാൻഡുമായി ബന്ധപ്പെട്ട് ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർ നടപടികൾക്കായി ഇയാളെ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.